നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങുന്നേരം ആദ്യം നോക്കുക അതിന് എത്ര GB റാം ഉണ്ടെന്ന്. റാം സ്പേസ് കൂടുതലുള്ള ഫോൺ നോക്കി വാങ്ങും. എന്തിനാ അങ്ങനെ റാം സ്പേസ് കൂടുതലുള്ള ഫോൺ നോക്കി വാങ്ങുന്നത്? നമ്മളെ വിചാരം റാം കൂടുതലുണ്ടെങ്കിൽ ഫോൺ സ്പീഡ് കൂടുതലുണ്ടാവുന്ന. എന്നാൽ റാം കൂടുതലുണ്ടായാൽ മാത്രം ഫോൺ സ്പീഡ് കൂടുതലുണ്ടാകുന്നില്ല, അതിന് നല്ല പ്രോസസ്സറും കൂടി വേണം. അതടക്കട്ടെ, അതല്ല നമ്മളെ വിഷയം. ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന ഫോണ് 2 GB, 4 GB, 6 GB, 8 GB ഇങ്ങനെ റാം ഇങ്ങനെ കൂടി വരിക. ഇപ്പം 4 GB ഉള്ളൊരു ഫോണാണെങ്കിൽ ഈ റാം എന്തിനാ ഉപയോഗിക്കുന്നത് അത് പറഞ്ഞിട്ടില്ലല്ലോ. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, അതായത് നമ്മളെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് പ്രോസസ്സറിന് പെട്ടെന്ന് നമുക്ക് എടുത്തു തരാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറിയാണ് റാം മെമ്മറി. അപ്പോൾ ഈ റാം മെമ്മറി 4 GB ഉള്ളതാണെങ്കിൽ അത് നമുക്ക് കുറച്ച് കൂടുതൽ വേണം. ഒരു 6 GB ആക്കണമെങ്കിൽ അതിനൊരു അടിപൊളി സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സിനെ പറ്റിയാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, ചങ്ങായിമാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് സാംസങ്ങിൻ്റെ ഫോണിലാട്ടോ. സാംസങ്ങിൻ്റെ ഫോണിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ വർഷം ഫോണിനൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അധിക ഫോണിലുണ്ട്. അതില്ലാത്ത ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മോഡലാണോ ആ മോഡലിൽ സെറ്റിങ്സിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. സാംസങ്ങിൻ്റെ ഫോണിലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ കുറച്ച് താഴെ ഭാഗത്തേക്ക് പോവുക. താഴെ ഭാഗത്തേക്ക് പോയാൽ ഇവിടെ മെമ്മറി എന്നുള്ള ഭാഗം എടുക്കുക, മെമ്മറി ഓപ്പൺ ചെയ്യുക. മെമ്മറി ഓപ്പൺ ചെയ്താൽ കുറച്ച് താഴെ ഭാഗത്തായിട്ട് റാം പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ 2 GB, 4 GB, 6 GB നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 6 GB വേണ്ടതെന്നുണ്ടെങ്കിൽ 6 GB സെലക്ട് ചെയ്യുക, എന്നിട്ട് റീസ്റ്റാർട്ട് കൊടുക്കുക. ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ മുമ്പുള്ളതിലും കൂടുതലായിട്ട് റാം, 4 GB റാമുള്ള ഫോണായിരുന്നുണ്ടെങ്കിൽ അത് 6 GB റാമിലേക്ക് മാറും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഈ എക്സ്റ്റെൻഡ് ആകുന്ന 2 GB അത് എവിടെ നിന്നാണ് എടുക്കുന്നത്? അത് നമ്മളെ ഇന്റേണൽ സ്റ്റോറേജിൽ നിന്ന് റാം സ്റ്റോറേജിലേക്ക് എടുക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരുമെന്നല്ല. നമ്മളെ ഇന്റേണൽ സ്റ്റോറേജ് എത്രയാണോ അതിൽ നിന്ന് 2 GB റാം സ്റ്റോറേജിലേക്ക് എടുക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ സെറ്റിങ്സിൽ റാം എന്നൊന്ന് സെർച്ച് ചെയ്താൽ ഈ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാനാവും. സാംസങ്ങിൻ്റെ ഫോണിൽ മാത്രമേ നോക്കാനായിക്കുള്ളൂ, മറ്റു ഫോണുകളിലൊന്നും നോക്കിയിട്ടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന മോഡൽ ഫോണിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപകാരം തോന്നിയിട്ടുണ്ട് ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണും. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.